വിജയ് കൃത്യമായും ഇടതുവശത്താണ്. വിജയകാന്ത് ചെയ്ത ഒരു തെറ്റ്, ഒരു സമയം വരും ഇവർക്കൊക്കെ ഏതെങ്കിലും ഒരു കക്ഷിയുമായി കൂട്ടുകൂടേണ്ടി വരേണ്ട ഒരു സമയം വന്നേക്കാം. ചരിത്രം കാണിക്കുന്നത് അങ്ങനെ ഒരു സമയം വന്നാൽ മുന്നണി ഉണ്ടാക്കുന്നത് എപ്പോഴും തന്നെക്കാൾ താഴെ നിൽക്കുന്ന ഒരു പാർട്ടിയുമായിട്ടായിരിക്കും. രണ്ടോ മൂന്നോ നാലോ തവണ ഉഗ്രമായ സ്റ്റാൻസസ് കിട്ടിയിട്ട് കളഞ്ഞു കുളിച്ച ഒരാളായിരുന്നു. ഉദയനിധി സ്റ്റാലിനും വിജയും അണ്ണാമലയുമുള്ള ഒരു ത്രികോണ മത്സരമായിരിക്കും തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. തമിഴ്നാട്ടിൽ ഒരു ജനപ്രിയ താരം കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. കുറേ കാലമായി തമിഴ് തിരശ്ശീലയെ ഇളക്കിമറിക്കുന്ന വിജയ് എന്ന നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകളിൽ 200-നടുത്ത് സീറ്റുകളിൽ മത്സരിക്കുകയും 150ഓളം സീറ്റുകളിൽ ജയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ തമിഴക വെട്രി കഴകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയാൽ സജീവമായി സിനിമയിലുണ്ടാവില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ വിജയ് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പരിശോധിക്കുകയാണ് ഇൻസൈറ്റ്. നമുക്കൊപ്പമുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസിഡൻറ്റ് എഡിറ്റർ അരുൺ റാമാണ് ചെന്നൈയിൽ നിന്ന്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ദീർഘകാലമായിട്ടുള്ള അഭ്യൂഹമാണ് വിജയ് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത്. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പാർട്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞത്, പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രതികരണം ഇതിനോടുണ്ടായതായിട്ട് നമ്മളിവിടെ മലയാളത്തിൽ വായിച്ചപ്പോഴൊന്നും കണ്ടില്ല. ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ ഇതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണോ അതോ വിജയുടെ പ്രഖ്യാപനത്തെ അവർ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതാണോ? ഇല്ല, പരിപൂർണമായും പ്രതികരണം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല. ഉദയനിധി സ്റ്റാലിൻ, ഉദയനിധി വിജയുടെ ഒരു സുഹൃത്തുകൂടെയാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിലും സിനിമയിൽ. ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു. അത് മുമ്പ് തന്നെ പത്രക്കാര് വളരെ മുമ്പ് തന്നെ ഉദയനിധിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജയ് രാഷ്ട്രീയത്തിൽ വരുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്, കാരണം ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ആളുകൾ രാഷ്ട്രീയത്തിൽ വരണം എന്ന അഭിപ്രായമാണ് ഉദയനിധി. എന്നാലും ഒരു ഹാഫ് ഹാർട്ടഡ് വെൽക്കം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ ഡി ജയകുമാർ മുൻ മന്ത്രി, AIADMKയുടെ പഴയ മന്ത്രിയായിരുന്ന ഡി ജയകുമാർ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വരട്ടെ, അദ്ദേഹം ഇപ്പോൾ വിജയ് ഏറ്റെടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒന്ന് മതരാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെയാണ്. ഇപ്പൊ മതരാഷ്ട്രീയവും അഴിമതിയും നടത്തുന്നത് BJPയും DMKയുമാണ്. അതുകൊണ്ട് AIADMKക്ക് പേടിക്കാനൊന്നുമില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു ഡി ജയകുമാർ പറഞ്ഞത്. പക്ഷെ പൊതുവായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വലിയ നേതാക്കൾ പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുവരെ ഇത്തരം വളരെ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു വെൽക്കം മാത്രമായിരിക്കും വിജയ്ക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടക്കാലത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ വിജയ് ഫാൻസ് അസോസിയേഷൻ മത്സരിക്കുകയും കുറച്ച് സീറ്റുകളിൽ ജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അതൊരു ടെസ്റ്റ് ഡോസായിട്ട് ആണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ ഈ സമയം എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലെ മത്സരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പോലും ഈ രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ സജീവമാകാൻ പോവുകയാണെന്ന് നമ്മൾ കാണണം. എന്തുകൊണ്ട് ഈ സമയം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ ടൈമിംഗ് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടൊരു സംഭവമാണ്. പല തമിഴക നടന്മാർക്കും രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയാതെ പോയതും ബാഡ് ടൈമിംഗ് കാരണമാണെന്ന് പറയാം. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കമൽഹാസൻ തന്നെയാണ്. കമൽഹാസന്റെ ടൈമിംഗ് മോശമായിരുന്നു. അത് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് പ്രായമായി വരികയായിരുന്നു, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഹിസ്റ്ററി, ചരിത്രം ഒരുക്കുന്ന ചില സമയങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വിജയ്ക്ക് അത് വിജയ് അല്പം ലക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഭാഗത്ത് AIADMKയുടെ ഒരു ശോഷണം, ജയലളിതയ്ക്ക് ശേഷം വളരെ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഡീജനറേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടിയാണ് AIADMK. പരിപൂർണമായി ആ പാർട്ടി നശിച്ചു എന്ന് പറയാനാണ്. കാരണം 30%-ലേറെ വോട്ട് ഇപ്പോഴും ഉള്ള ഒരു പാർട്ടിയാണ്. ഓപ്പോസിഷൻ ലീഡറായിട്ട് EPS വളരെ സ്ട്രോങ് ആണ്. ഇപ്പോഴും പല ബെൽറ്റുകളിലും, വെസ്റ്റേൺ ബെൽറ്റിലും ഒക്കെ പാർട്ടിക്ക് വളരെ സ്വാധീനമുണ്ട്. അപ്പോൾ അതിന് തള്ളിക്കളയാനാവില്ലായിരിക്കും. പഴയ ഒരു ഊർജ്ജസ്വലത ജയലളിത ഉണ്ടായിരുന്നപ്പോൾ
ഉണ്ടായിരുന്ന ആ ഒരു കെട്ടുറപ്പ്, ആ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ചങ്കൂറ്റം, ഇതൊന്നും ഇല്ലാത്തൊരു പാർട്ടിയായി അത് വളരെ ഒരു ഡീജനറേറ്റീവ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അപ്പോൾ അത് AIADMKയുടെ ആ ഒരു ശോഷണം ലീഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിന് അത് ഓക്യുപ്പൈ ചെയ്യാൻ വിജയ്ക്ക് എനിക്ക് തോന്നുന്നത് പറ്റിയ സമയമായിരുന്നു. അതും 2024 ചൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ ആ 2 വർഷം രാഷ്ട്രീയം അതൊരു ഒരു ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സിലുള്ള ഒരു സമയമാണ് 26ലേക്ക്. അപ്പൊ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്ത് ചാടാതെ ഈ 2 വർഷം പ്രിപ്പറേഷൻസിന് എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ, എതിർകക്ഷികൾ, മറ്റുള്ള കക്ഷികൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും അതനുസരിച്ച് താളം ചവിട്ടാനുമുള്ളൊരു സമയം വിജയ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ലൊരു ടൈമിംഗ് ഉണ്ടാവില്ല. ഇതിനേക്കാൾ നല്ല ടൈമിംഗ് കിട്ടിയ ഒരാളായിരുന്നു രജനീകാന്ത്. ഒരു പക്ഷേ 1996 നമുക്ക് ഓർമ്മ, ജയലളിതയുടെ അധപതനത്തിന് തന്നെ മുഖ്യ കാരണമായിരുന്നത് രജനീകാന്തിന്റെ നോട്ട് ഈവൻ ഗോഡ് കൻ സേവ് ദ സ്റ്റേറ്റ് ഇഫ് യു ഇലക്ട് ജയലളിത എന്ന് പറഞ്ഞ ഒരു വിഖ്യാതമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ആ സ്റ്റേറ്റ്മെന്റിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഒരു 20-30 വർഷത്തോളം ആളുകളെ കാത്തിരിച്ച് നീണ്ട ഒരു സസ്പെൻസിൽ കൊണ്ടുവന്നിട്ട് താഴെയിടുകയായിരുന്നു രജനീകാന്ത്. അപ്പോ വിജയ് ചെയ്തിരിക്കുന്നത് വളരെ സ്മാർട്ടായിട്ടൊരു മൂവാണ്. ആ ഒരു ക്രസന്റോ ബിൽഡ് ചെയ്തിട്ട് കറക്റ്റ് ഒരു 2 വർഷം മുമ്പ് എൻട്രി ചെയ്യുക. ഒപ്പം തന്നെ AIADMK ശോഷിക്കുന്നു എന്ന് പറയുന്നതൊപ്പം തന്നെ DMK ഈ 3 വർഷം അധികാരത്തിൽ സ്റ്റാലിന്റെ ഗവൺമെന്റ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് 2021 വന്ന ആ ഒരു വലിയ ഒരു ശക്തിയും മോഡിയും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അതിന് കാരണം അഴിമതി ആരോപണങ്ങളാണ്. സെന്തിൽ ബാലാജി, പൊന്മുടി തുടങ്ങിയ 2 മന്ത്രിമാർ വളരെ രൂക്ഷമായ വിമർശനവും കേസും ഒക്കെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ DMK ഉണ്ടായിരുന്ന ഒരു ഇമേജ് തകർന്നു എന്ന് പറയാനാവില്ലെങ്കിലും ഒരു അടി വാങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ കറപ്ഷൻ പോലുള്ള ഒരു ഇഷ്യൂ ഒരു ഇലക്ഷൻ പ്ലാക്കായിട്ട് എടുത്തുകൊണ്ട് വരാൻ ഒരു പുതിയ ഒരു എൻട്രന്റിന് പറ്റിയൊരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ DMK ഇപ്പോഴും മുൻകൈയുള്ള, രാഷ്ട്രീയമായി മറ്റ് പാർട്ടികളിൽ നിന്ന് മുൻകൈയുള്ള മുൻതൂക്കമുള്ള ഒരു പാർട്ടിയായി തുടരുന്നുവെങ്കിലും സാഹചര്യം ഒരു വിജയിനെ തോന്നുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ പൊളിറ്റിക്കൽ എൻട്രിക്ക് സാഹചര്യം അനുകൂലമായാണ് എനിക്ക് തോന്നുന്നത്. താങ്കളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ADMK ദുർബലമായത് ഒരുപക്ഷെ അവിടെ നിന്ന് ചോർന്നു പോകാനുള്ള അണികൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് വിജയുടെ പാർട്ടി മാറാനുള്ളൊരു സാധ്യത. ഇതേ സാധ്യത അവിടെ BJPയുടെ പുതിയ പ്രസിഡൻ്റായ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ എന്നുള്ള മട്ടിൽ അവതരിച്ചിരിക്കുന്ന അണ്ണാമലയും അതേ ADMKയുടെ അണികളെ തന്നെയാണല്ലോ ലക്ഷ്യമിടുന്നത്. അവരാണെങ്കിൽ നേരത്തെ മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ പലകുറി തമിഴ്നാട് സന്ദർശിക്കുന്നു. തമിഴ്നാട്ടിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് മതചിഹ്നങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസി ലക്ഷ്യമാക്കിയിട്ട് BJP അവിടെ എക്സിസ്റ്റിംഗ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ ലക്ഷ്യമാക്കിയിട്ട് ADMKയുടെ ഒരു തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ അവരെ ലക്ഷ്യമിടാൻ BJP അവിടെ ഉണ്ട്. അവിടെ ഈ വിജയുടെ ഒരു സാധ്യത എത്രത്തോളമാണ്? എനിക്ക് തോന്നുന്നത് വിജയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഒരു പ്രോസ്പെക്റ്റീവ് സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാ പാർട്ടികളിൽ നിന്നും വരാൻ സാധ്യതയുള്ളവരാണ്. ഇതിൽ പറഞ്ഞത് ശരിയാണ്. BJPയുടെ തമിഴ്നാട്ടിലെ വളർച്ച AIADMKയുടെ കോസ്റ്റിലായിരിക്കാം. അതുകൊണ്ട് തന്നെ AIADMK BJPയും തമ്മിൽ വേർപെട്ടു പോയതിൽ കൂടുതലും ലോങ് റണ്ണിൽ ബെനിഫിറ്റ് ആകുന്നത് BJP ആയിരിക്കും. കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ 2 ഭാഗങ്ങളുള്ളത്. ആദ്യത്തെ ഭാഗത്തിൽ ആദ്യം അറിയാം, AIADMK തന്നെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പാർട്ടി ആയിരുന്നു ഓൾവേസ്. കാരണം ദ്രവീഡിയനിസം, റാഷണലിസം എന്ന് തുടങ്ങിയ പെരിയാർ തുടങ്ങി വെച്ച നിരീശ്വരവാദത്തിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ആണ് MGR പാർട്ടി തുടങ്ങിയത് മുതൽ വളരെ വളരെ ഓപ്പൺ ആയിട്ട് ഇതിന്റെ കോവിൽ സന്ദർശിക്കുക. അതിനുശേഷം ജയലളിതയാകട്ടെ വളരെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദുവായി ആണ് പുറം ലോകത്തിൽ കണ്ടിരുന്നത്. അവരുടെ വിശ്വാസം അവരൊരിക്കലും ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. DMKയുടെ നേതാക്കൾ അങ്ങനെയല്ല, ഒളിച്ചും പതുങ്ങിയും ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയിരുന്ന നേതാക്കളായിരുന്നു നമ്മുടെ പള്ളിയിലെ മുനിസാരൊക്കെ. അതൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ AIADMKക്ക് ഒരു സോഫ്റ്റ് ഹിന്ദുത്വയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഹിന്ദുത്വ ഇമേജ് തന്നെ ജയലളിത സമ്മാനിച്ചത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടി അധപതനത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ആ പാർട്ടിയിൽ നിൽക്കുന്നവർ ആ പാർട്ടിയെ കൂടുതലും ആ പാർട്ടിയിലുള്ളവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് BJP പോലൊരു പാർട്ടിയിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഒപ്പം മോദിയെ പോലൊരു നേതൃത്വം സെൻട്രലിൽ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ബെനിഫിറ്റ്സ് ഉണ്ടാകുമെന്ന് കരുതുന്ന AIADMKയുടെ മധ്യ തലത്തിലുള്ള ചില നേതാക്കൾ അങ്ങോട്ട്
പലായനം നടത്താൻ സാധ്യത ഉണ്ട്. എന്നാൽ വിജയ്, രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം, വിജയുടെ പാർട്ടി ആകർഷിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അരാഷ്ട്രീയമായി നിൽക്കുന്നവർ, അതല്ല മറ്റു പാർട്ടികൾക്ക് ഒരുപക്ഷെ മാറി മാറി വോട്ട് ചെയ്യുന്ന ഇൻഡിസൈസീവ് ആയിട്ടുള്ള വോട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി 5 വർഷം വോട്ട് ചെയ്തിട്ടുള്ളവരാണ്. അതിൽ 2 ഇലക്ഷനുകളിൽ മുഖ്യ ഓപ്പോസിഷൻ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. AIADMK ഒരു പ്രാവശ്യം, കരുണാനിധിക്ക് ഒരു ADMKക്ക് ഒരു പ്രാവശ്യം. അത്രയും സ്വിംഗ് ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഈ 2 പാർട്ടികളുമാണ് പ്രധാന പാർട്ടികളെങ്കിലും വോട്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം നടത്തിയിട്ടുള്ളൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ചാഞ്ചാടുന്നതിൽ ഒരു 10% പേരെങ്കിലും വിജയ് പോലൊരു പുതിയ ട്രക്കിലേക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 15% വോട്ടെങ്കിലും ആദ്യത്തെ 2024 കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പവർ സെന്റർ ആയിട്ട് വരാൻ കഴിയും. ഇതിന് കാരണം 15% വോട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഒരു വലിയ സംഖ്യയാണ്. കാരണം ജയിക്കുന്ന ഒരു പാർട്ടിക്ക് പോലും 35-37% വോട്ടിന്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ. BJP ഇത്രയും പടിപ്പെട്ടിട്ടും ഇത്രയും വർഷങ്ങളായി ശ്രമിച്ചിട്ടും 5%-ൽ മേലെ വോട്ട് കരസ്ഥമാക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമാണ്. വിജയകാന്തിന്റെ DMDK ആദ്യമായി ഒരുമിച്ച് ഒറ്റയ്ക്ക് 234 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ 8.5% വോട്ടാണ് കിട്ടിയത്. ആ 8.5 വോട്ട് എന്നുള്ളൊരു വലിയ ഘടകമായതുകൊണ്ടാണ് പിന്നീട് ജയലളിത തന്റെ കൂടെ നിർത്താനും ഓപ്പോസിഷൻ ലീഡറായി വിജയകാന്തിന് മാറാനും കഴിഞ്ഞു. അപ്പോൾ 10% മുകളിൽ വോട്ട് കിട്ടുന്ന ആരും ഒരുപക്ഷെ അടുത്തൊരു 5 വർഷത്തിലോ 10 വർഷത്തിലോ ഒരു മുഖ്യ എതിരാളിയായി വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ടാണ് തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ ചരിത്രം കാണിക്കുന്നത്. അതുകൂടെയാണ് വിജയ്ക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഈ ANADMK എത്രത്തോളം ഇപ്പോൾ MGRൻ്റെ കാലം മുതൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ, ജയലളിതയുടെ കാലമാകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഹാർഡറായിട്ടുള്ള ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്തു എങ്കിൽ പോലും ഈ ദ്രവീഡിയൻ ത്രെഡ് അവർ പേരിലും കുറച്ചൊക്കെ രാഷ്ട്രീയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്. DMKയെ സംബന്ധിച്ച് ആ ദ്രവീഡിയൻ പൊളിറ്റിക്സ് അവർ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വിംഗ് വോട്ടർമാരുണ്ട്, പുതിയ വോട്ടർമാരുണ്ട്, പുതിയ ജനറേഷനെ ഒരുപക്ഷെ കൂടുതലായിട്ട് ആകർഷിക്കാൻ വിജയ്ക്ക് സാധിച്ചേക്കും. എങ്കിൽ പോലും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബേസ് അത് നഷ്ടമാകുക, അതില്ലാതിരിക്കുക എന്നുള്ളത് വിജയ്ക്കൊരു വെല്ലുവിളിയാകുമോ? ദ്രാവിഡ ത്രെഡ് എന്നോ അതിന് ദ്രാവിഡ ബേസ്മെന്റ് എന്നോ എന്ന് വിളിച്ചാലും അത്തരമൊരു ഫൗണ്ടേഷൻ ഇപ്പോഴും വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് BJP പോലെയുള്ള ഒരു പാർട്ടിക്ക് ഒരു പരിധിയിൽ ഉപരി ഇതിവിടെ വളരാൻ കഴിയാത്തത്, വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത്. നമ്മൾ എന്തൊക്കെ ഈ ഒരു സോഫ്റ്റ് ഹിന്ദുത്വം, ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഈ ദ്രാവിഡം അല്ലെങ്കിൽ ദ്രവീഡിയനിസം എന്ന് പറയുന്നത് ഒരു പെരിയാർ കൊണ്ടുവന്നൊരു ഐഡിയ അല്ല. പെരിയാറിൻ്റെത് ഒരു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, റാഷണലിസം, ബ്രാഹ്മണന്മാരുടെ പൂണൂൽ വെട്ടുക, വിഗ്രഹങ്ങൾ ഉടയ്ക്കുക എന്നുള്ള ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു ആന്റി ഹിന്ദു, ആന്റി ഹിന്ദി ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു മോഡേൺ ദ്രവീഡിയൻ പോളിറ്റിക്സിന് ആക്കം കൊടുത്തതെങ്കിലും ദ്രാവിഡം എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചറിലും വർഷങ്ങൾ പഴക്കമുള്ള ചോള രാജാക്കന്മാരുടെ കാലത്തും 2000-3000 വർഷങ്ങൾ മുമ്പുമൊക്കെ ഉണ്ടായിരുന്ന ചരിത്രങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്ന ഒരു ദ്രാവിഡിയനിസം ഉണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഹിന്ദുയിസവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലല്ല. പലപ്പോഴും സംഘം ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമ്പലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരും ഒക്കെ ദ്രവീഡിയനിസത്തിന്റെ ഒരു സെലിബ്രേഷനായി മാറുകയാണ്. എന്നാൽ രസകരമെന്ന് പറയട്ടെ, ഈ ഒരു ഇന്റർസെക്ഷൻ ആണ് BJPയും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കാശി തമിഴ് സംഗമം, ഈ നേരത്തെ പറഞ്ഞതുപോലെ മോദിയുടെ ഈ തമിഴ്നാട്ടിലേക്കുള്ള ഒരു ഔട്ട്റീച്ചിനും കാരണം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇരിക്കുന്ന ഒരു DMK അല്ലെങ്കിൽ AIADMK ഒക്കെ അവരുടെയൊക്കെ പൈതൃകം, അവരവകാശപ്പെടുന്ന പൈതൃകം പെരിയാറിൻ്റെതൊക്കെ ആണെങ്കിലും അണ്ണാദുരയുടേതൊക്കെ ആണെങ്കിലും ഇതിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കൾച്ചറൽ ദ്രവീഡിയൻ ബേസ് ആണ് ഇവർക്ക് ഇപ്പോഴും ഉള്ളത്. അത് ആ ഒരു കൾച്ചറൽ സ്ട്രെയിറ്റ് ആയി BJP ഇപ്പോഴും ഒരു ഔട്ട്സൈഡർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ ഹൈന്ദവ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും ഒരുപോലെ നിന്നിരുന്ന സമയത്ത് ആ സമയത്തിന്റെ ആ ഒരു ഗ്ലോറിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഇപ്പോഴുള്ള ദ്രാവിഡ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു പുനരുദ്ധാരണമാണ് മോദിയും അമിത്ഷായും ഒക്കെ ശ്രമിക്കുന്നത്.
അത് ഇന്ന് ഉടനെ തുടങ്ങിയതല്ല. ഇപ്പൊ 2019 ഷീ ജിൻപിങ് ഇവിടെ വന്നപ്പോ അതെന്തുകൊണ്ട് മാമല്ലപുരത്തിലേക്ക് കൊണ്ടുവന്നു? എന്തുകൊണ്ട് തിരുവള്ളുവറിന്റെ തിരുക്കുറൾ വെച്ച് പി ചിദംബരം മുതൽ നിർമ്മലാ സീതാരാമൻ വരെയും നരേന്ദ്രമോദിയും വരെ ഉള്ളവർ UN വരെ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് തിരുക്കുറൾ പറയുന്നു? അപ്പൊ ഇതെല്ലാം ഒരു തമിഴ് സബ് നാഷണലിസത്തിന് ബദലായി തമിഴ്നാടും തമിഴ് സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരത്തിന്റെ, ഇന്ത്യൻ ദേശീയതയുടെ ഒരു ഭാഗമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് BJPയുടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഇതിൽ ഇപ്പോഴും ആ ഒരു ദ്രവീഡിയൻ ഫീൽ ഉണ്ട്. അത് അനുകൂലമായി നിൽക്കുന്നത് ഇപ്പോഴും DMKക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പുതുതായി വരുന്ന ഒരുപാട് കക്ഷികൾ, വിജയുടെ കക്ഷിയുടെ പേര് പോലും, പാർട്ടിയുടെ പേര് പോലും കഴകമെന്നാണ്. അതിൽ തന്നെ ഒരു ദ്രവീഡിയനിസമാണ്. ഉറച്ച ഒരു ദ്രവീഡിയൻ ഐഡിയോളോഗ് ആയിരിക്കും വിജയെ നയിക്കുന്നത്. വിജയുടെ ഐഡിയോളജീസ് ദ്രവീഡിയൻ ഐഡിയോളജീസ് ആയിരിക്കും, തമിഴ് ദ്രവീഡിയൻ ഐഡിയോളജീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മതിമുക, തിമുക, അതിമുക, DMDK എല്ലാ ഈ കഴകങ്ങളുടെ ഒരു അതിപ്രസരം വരാൻ കാരണം ഒരു ദ്രവീഡിനിസം വേരോടിയിരിക്കുന്ന, അറുത്തു കളയാൻ പറ്റാത്ത വേരുള്ള ഒരു രാജ്യം എന്ന് തന്നെ കരുതുന്നത് കൊണ്ടാണ് ഈ കഴകങ്ങൾ വളരുന്നതും പുതുതായി വരുന്ന പല പാർട്ടികളും കഴകങ്ങളൊക്കെ പേരിടുന്നതും. അവിടെയാണ് BJPക്ക് വേരോട്ടം ഇല്ലാതാകുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പം CN അണ്ണാദുരയും കരുണാനിധിയും അഡ്രസ്സ് ചെയ്തിരുന്നൊരു തലമുറ വേറെയാണ്. അത് കഴിഞ്ഞ് MGR വരുമ്പോഴത്തേക്കും വേറൊരു, കരുണാനിധിയുടെ തുടർച്ചയാണെങ്കിൽ പോലും വേറൊരു തലമുറയാണ് MGR അഡ്രസ്സ് ചെയ്യുന്നത്. ജയലളിത വരുമ്പോഴത്തേക്കും അടുത്ത ജനറേഷൻ ആയിക്കഴിഞ്ഞു. ഈ ജനറേഷനെ ഒക്കെ ഈ തിരശ്ശീലയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾ, അല്ലെങ്കിൽ സിനിമയിലൂടെ ആവേശം കൊള്ളിച്ച ആളുകൾ, അത് എഴുത്തിലൂടെ ആണെങ്കിലും പെർഫോമൻസിലൂടെ ആണെങ്കിലും ആവേശം കൊള്ളിച്ച ആളുകളെ കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഈ തിരശ്ശീലയിലെ ആവേശം, അല്ലെങ്കിൽ തിരശ്ശീലയിലൂടെ നടത്തുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ, അത് ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി ഇപ്പോഴും തമിഴ്നാട്ടിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കാമോ വിജയ്ക്ക്? തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ഒരു അവിഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ആ ഒരു ദ്രവീഡിനിസത്തിന്റെ, പെരിയാറിന്റെ ദ്രവീഡിനിസത്തിന് ശേഷം അണ്ണാദുരയും കരുണാനിധി എഴുതിയ സ്ക്രിപ്റ്റുകളിലൂടെ, MGR ഡെലിവർ ചെയ്ത ഡയലോഗുകളിലൂടെ പരന്ന ഒരു ദ്രവീഡിയൻ സംസ്കാരം പരത്താൻ ശ്രമിച്ച ഒരു സിംബയോസിസ് ആയിരുന്നു. അതായത് സിനിമയിലൂടെ ദ്രവീഡിയനിസം, അല്ലെങ്കിൽ DMKയുടെ, DKയുടെ, ദ്രാവിഡർ കഴകത്തിന്റെ, DMK ഉണ്ടാകുന്നതിന് മുമ്പ് ദ്രാവിഡർ കഴകമായിരുന്നു. ദ്രാവിഡർ കഴകത്തിന്റെയും ദ്രാവിഡ കക്ഷിയുടെയും ഒക്കെ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു മെഷീനറിയായി സിനിമയെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ സിനിമ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയം സിനിമയും പരസ്പരം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു 60കളും 70കളും. അതിന്റെ ഒരു ഉച്ചകോടിയായിരുന്നു MGRന്റെ സമയം. MGR നായകനായി കരുണാനിധിയുടെ സ്ക്രിപ്റ്റ് മൗത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ DMKയുടെ ഒരു വിജയഗാഥ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് 67 അധികാരത്തിൽ വരുന്നത്. അതൊക്കെ ട്രാവലിംഗ് തിയേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, പോയി തമ്പടിച്ച് ഗ്രാമങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിലെവിടെയോ ഏതെങ്കിലും നമുക്ക് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഒരു DMKയുടെ കൊടി പാറി പറക്കുന്നുണ്ടാവും, ഒരു സബ് ടെക്സ്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ പരസ്പരം സിംബിയോട്ടിക് ആയിട്ട് വളർന്ന രണ്ട് സംഭവങ്ങളാണ് പിന്നീട് കോളിവുഡായ തമിഴ് സിനിമയും തമിഴ് രാഷ്ട്രീയവും. എന്നാൽ അതിൽ നിന്ന് ബെനിഫിറ്റ് ആയവരാണ് രണ്ടുപേരും, കരുണാനിധിയും MGR. പക്ഷേ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്, MGRും കരുണാനിധിയും ജയലളിതയും എല്ലാം സിനിമക്കാരെന്നതിലുപരിയായി കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ. ഒരുപക്ഷെ അതിൽ ജയലളിത ആയിരിക്കാം അല്പമെങ്കിലും രാഷ്ട്രീയക്കാര കുറഞ്ഞ ഒരാളെന്ന് പറയാം. MGR കറയറ്റ രാഷ്ട്രീയക്കാരൻ. MGR വർഷങ്ങളോളം DMKയുടെ മെമ്പറും ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തകനുമൊക്കെ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നടനായിരുന്നത്. ഓക്കെ, ഇൻസിഡന്റലി അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയി. ആ ഒരു സൂപ്പർ സ്റ്റാർഡം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് 1971 കരുണാനിധിയെ പോലെ ഒരു അധികായനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട്, ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനും ഉടനെ അധികാരത്തിൽ വരാൻ, അദ്ദേഹത്തിന്റെ മരണം വരെ DMKയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയുന്ന ഒരു ശക്തി ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് തിരശ്ശീലയിൽ വെള്ളിത്തിരയിൽ നിന്നായിരിക്കാം. എന്നാലും അന്തർലീനമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ നേതാവ്. ജയലളിത വളർന്നത് MGRന്റെ തണലിലാണെങ്കിലും ജയലളിത പ്രൊപ്പഗാൻഡ സെക്രട്ടറി ആയിരുന്നു, പാർട്ടി പ്രവർത്തനങ്ങളിൽ ഭാഗമായിട്ടുണ്ട്.
സംസ്ഥാനമുടനീളം എംജിആറിനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സൂപ്പർ സ്റ്റാർഡം പോലെ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് പെട്ടെന്ന് ഒരു നായകനായ ആളുകളൊന്നും അല്ല ഇവർ. സോ അങ്ങനെ ശ്രമിച്ചവരൊക്കെ റോഡ് സൈഡിൽ വീണുപോയവരുമാണ്. ഇപ്പൊ ശരത് കുമാർ ശ്രമിച്ചു. എന്തിനേറെ ശിവാജി ഗണേശൻ, എംജിആറിനെ തന്നെ വെല്ലുവിളിക്കാൻ ശേഷിയുണ്ടായിരുന്ന ശിവാജി ഗണേശൻ രാഷ്ട്രീയത്തിൽ ശ്രമിച്ചു. അദ്ദേഹത്തിന് ക്ലിച്ച് പിടിക്കാൻ പറ്റിയില്ല. അപ്പോ സിനിമയിലെ താര പദവി ഒരു രാഷ്ട്രീയത്തിലെ വിജയത്തിന് ഒരു ഒരു ഇതാവണം എന്നില്ല, ഒരു ക്രൈറ്റീരിയൻ ആകണമെന്നില്ല. ഒപ്പം രാഷ്ട്രീയ ചാതുര്യം അനിവാര്യമാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ പ്രാവണ്യമെങ്കിൽ. കമലഹാസൻ, ഉലകനായകൻ എന്ന് പറയുന്ന കമലഹാസന് 3-3.5% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ 10 വർഷമായി രാഷ്ട്രീയത്തിൽ നിന്നിട്ട്. വിജയകാന്ത് 8.5% വോട്ട് പിടിക്കാൻ കാരണം അദ്ദേഹം ഒരു സ്റ്റാർ എന്നതിലുപരിയായി നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു ഇത്. അദ്ദേഹം പതിറ്റാണ്ടുകളായി പാവപ്പെട്ടവർക്ക് വളരെ സൈലന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചാരിറ്റി വർക്ക് ഉണ്ട്. അതുണ്ട്. അദ്ദേഹത്തിനോട് ഇടപഴകിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ. ഒപ്പം തന്നെ ഇപ്പോ സിനിമാ നടന്മാരുടെ സംഘടനയുടെ നേതൃത്വം വഹിച്ച് നേതൃപാഠവും തെളിയിച്ചിട്ടുണ്ട്. അപ്പോ പല തലങ്ങളിലായി രാഷ്ട്രീയത്തിന്റെയും നേതൃത്വത്തിന്റെയും പാഠവങ്ങൾ പരിശീലിക്കുകയും അത് പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്തവരാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വിലസിയിട്ടുള്ളത്. ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് വിജയ് എന്നുള്ളതാണ് ഒരു അൺടെസ്റ്റഡ് ഫാക്ടർ ആയിരിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ വിജയ്ക്കുള്ള പോപ്പുലാരിറ്റി ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന, രജനീകാന്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന തമിഴ് നടീനടന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ടൈമിങ്, അപ്പൊ ഇത്രയും ഒരു സിനിമയ്ക്ക് 200 കോടി വരെ പൈസ അത് ഓൺ റെക്കോർഡ് വാങ്ങുന്ന ഒരാള് ആ ഒരു വരുമാനം വിട്ടിട്ട് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എടുക്കുന്ന ഒരു വലിയ റിസ്ക് ആയിരിക്കാം. പക്ഷേ ആ ഉച്ച സ്ഥാനത്ത് നിന്നുകൊണ്ട് അതാണ് ബെസ്റ്റ് ടൈം. അദ്ദേഹത്തിന്റെ ടൈമിംഗ് വളരെ നല്ലതാണ് ഞാൻ പറയാം. പക്ഷെ അതിലൊരു ഗാംബ്ലിങ്ങും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്കൽ സ്പേസിൽ കയറാൻ പറ്റിയൊരു ടൈമുണ്ട് വിജയ്ക്ക് അതിനുള്ള പോപ്പുലാരിറ്റി ഉണ്ട്. ഇനി അതിനുള്ള രാഷ്ട്രീയ ചാതുര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ രാഷ്ട്രീയ ചാതുര്യം എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ രൂപീകരണത്തോട് അനുബന്ധിച്ച് അദ്ദേഹം പറയുന്നത് അഴിമതിക്കെതിരെ, അതുപോലെ മതം രാഷ്ട്രീയത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളായി അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിലൂന്നിയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടു വരാനും പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപക്ഷെ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ ചെറിയ തോതിൽ പരാമർശിച്ച് പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള സിനിമകളുണ്ട്, അതുപോലെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നയപരമായ തീരുമാനത്തെ വിമർശിക്കുന്ന സിനിമയുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫോമുലേഷൻ, അതായത് അഴിമതിക്കെതിരെ, മതം രാഷ്ട്രീയത്തിൽ ദുരുപയോഗം, ഈ ഫോമുലേഷൻ എത്രത്തോളം സഹായിക്കും? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ പുതുതലമുറ വോട്ടർമാരെ വലിയ തോതിൽ അഡ്രസ്സ് ചെയ്യാൻ ഒരുപക്ഷെ ഈ രണ്ട് ഘടകങ്ങൾ വിജയെ സഹായിച്ചേക്കും. ഈ മുദ്രാവാക്യങ്ങളും സിനിമയിലെ ഡയലോഗുകളും വളരെ പരിമിതമായ ഒരു ഇതേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുദ്രാവാക്യങ്ങളുടെ കാലം കഴിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുദ്രാവാക്യങ്ങളുടെയും ഐഡിയോളജിയുടെയും കാലം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വിജയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു പുതിയ ഒരാൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു ഓൾട്ടർനേറ്റീവ്. കാരണം ജനങ്ങൾക്ക് ഒരു സൈഡിൽ ഒരു മടുപ്പ്, എല്ലാ രാഷ്ട്രീയക്കാരോടും ഒരു തരം മടുപ്പുള്ളപ്പോൾ ഇപ്പൊ പുതുതായി വരുന്നു ഒരു താരതമ്യേന ചെറുപ്പമായിട്ടുള്ള ഒരാളാണ്. 49 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. വളരെ പോപ്പുലർ ആയിട്ടുള്ള നടനാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളുടെ പുതുതായിട്ടൊന്നുമില്ല. ആന്റി കറപ്ഷനെതിരെയാണ് എല്ലാവരും. ഈ ലോകത്തുള്ള രാഷ്ട്രീയക്കാരെല്ലാം ജന്മമെടുത്തിട്ടുള്ളത് അഴിമതിക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടിയായിരുന്നു. അവരൊക്കെ അഴിമതിക്കാരായി മാറി എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ ആ ഒരു മുദ്രാവാക്യം കൊണ്ട് മാത്രമായില്ല, ആ ഒരു സമയം കൂടെ അനുകൂലമായി വരണം വിജയ്ക്ക്. പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഡയലോഗ് അത്രയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള സിനിമകൾ വിജയ് അധികം ചെയ്തിട്ടില്ലെന്ന് വേണം പറയാൻ. ഇപ്പൊ MGR പരിശോധിച്ചു കഴിഞ്ഞാൽ MGRന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പറ്റിയ ഒരു വളരെ ഫോർമുലായിക് ആയിട്ടുള്ള സിനിമകളായിരുന്നു. അദ്ദേഹം മീനവനായും രക്ഷാക്കാരനായും പാവപ്പെട്ടവനായും എല്ലാത്തിലും ആ ഒരു സേവിയർ ഓഫ് ദ മാസസ്, അങ്ങനെ ഓരോ ക്യാരക്ടർ ചെയ്ത് നല്ലവനുക്ക് നല്ലവൻ, വല്ലഭനുക്ക് വല്ലഭൻ, ആ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കരിയർ ബിൽഡ് ചെയ്തിരുന്നു. വിജയ് അങ്ങനെ ചെയ്തിട്ടില്ല. വിജയ് സിഗരറ്റ് വലിക്കുന്നു, പിന്നെ കള്ളുകുടിക്കുന്നു, സിനിമയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സംഭവം നടന്നിട്ടില്ല. ഇടയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ ചില ഡയലോഗുകൾ ഉണ്ടെന്നുള്ളൂ. അതൊന്നും രാഷ്ട്രീയത്തിന്റെ അദ്ദേഹത്തിന് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ ഉപരി സഹായിക്കുന്നത് ഈ രാഷ്ട്രീയ ചാതുര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്
സ്വന്തം സ്വന്തം ഒരു നോളജോ രാഷ്ട്രീയ നോളജോ മാത്രമല്ല, കൂടെ ആരൊക്കെ നിർത്തുന്നു, ആരൊക്കെയാണ് തന്റെ അഡ്വൈസേഴ്സ്, ഇതൊക്കെ ഒരു വലിയ പരിധി വരെ ഒരു പാർട്ടിയെ ബാധിക്കും. കാരണം ഒരു പാർട്ടി വിജയ് എന്നുള്ളത് ഒരു മൊണോലിത്തിക് ആയിട്ടൊരു പാർട്ടിയാണ്. ഒരു പാർട്ടിക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആകെ അങ്ങനെ ഒരു പാർട്ടി പടുത്തുയർത്തുന്നത് ജയലളിത മാത്രമായിരിക്കാം, എംജിആറും ജയലളിതയും മാത്രം. അങ്ങനെ ആ ഒരു പാർട്ടി പടുത്തുയർത്തിയത് കൊണ്ട് മാത്രമാണ് ജയലളിതയ്ക്ക് ശേഷം ആ പാർട്ടി അധപ്പതിക്കുന്നതും ആ ഒരു കാര്യം. മറ്റ് വളർന്നിട്ടുള്ള പാർട്ടികളൊക്കെ വളരെ ഉഗ്രമായുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടെങ്കിലും, കരുണാനിധി ആയിക്കോട്ടെ, ഇപ്പോൾ സ്റ്റാലിൻ ആയിക്കോട്ടെ, പക്ഷെ അതിന് ലെയേർഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് പാർട്ടി. ഒരു ഒരു ഏകാധിപതിയെ പോലെ തോന്നിക്കുന്ന ഒരു സുപ്രീം ലീഡർ ഉണ്ട് എങ്കിലും ഈ പാർട്ടികൾക്കെല്ലാം പല ലെയേഴ്സ്. ആ ഒരു പരാജയമാണ് DMDK ഉണ്ടായത്. ആ ഒരു പരാജയമാണ് കമലഹാസന്റെ MNM-നുണ്ടായത്. ആ ഒരു പേരല്ലാതെ മറ്റാരുമില്ലാത്ത ഒരു പാർട്ടി. അപ്പൊ വിജയുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു ലെയേർഡ് ആയിട്ടുള്ള ടിയർ സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടി താഴേക്കിടയിൽ യൂണിറ്റിൽ നിന്ന് സംസ്ഥാന ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനും അതിന് അനുയോജ്യമായ രണ്ടാം നിര മൂന്നാം നിര നേതൃത്വത്തെ വാർത്തെടുക്കാനും അല്ലെങ്കിൽ പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ? ഒപ്പം തനിക്ക് ചുറ്റും നിർത്തുന്ന അഡ്വൈസേഴ്സ് ആരൊക്കെയാണ്, എന്ത് തരത്തിലുള്ള അഡ്വൈസേഴ്സ് ആണ് അദ്ദേഹം കേൾക്കാൻ പോകുന്നത്? ഇതൊക്കെയായിരിക്കും ദീർഘകാലത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. അല്ലാതെ ഒന്നോ രണ്ടോ മുദ്രാവാക്യങ്ങളോ സിനിമയിലെ ഡയലോഗ്സോ ആവില്ല. റൈറ്റ്. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ അഭിനേതാവായിരിക്കെ BJP-യുടെ അല്ലെങ്കിൽ BJP ഭരണകൂടത്തിൻ്റെ വലിയ തോതിലുള്ള എതിർപ്പ് വിജയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മതം ഏതാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. BJP-യുടെ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ആദായനികുതി വകുപ്പ് വിജയുടെ ഓഫീസും വീടും ഒക്കെ വലിയ തോതിൽ റെയ്ഡ് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വിജയെ ലക്ഷ്യമിടുന്നു BJP എന്ന് വരെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP-യെ ശക്തമായി എതിർക്കേണ്ടി വരും വിജയ്ക്ക് എന്നുള്ളത് നിശ്ചയമാണ്. അതോടൊപ്പം പിന്നെയുള്ളത് DMK ആണ്. ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ എൻ്റെ സുഹൃത്താണ്, ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും DMK-യിൽ ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞാൽ ഞാനാണ് എന്ന മട്ടിലുള്ളൊരു സ്ഥാനം ഏതാണ്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സനാതന ധർമ്മത്തിനെതിരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വിജയെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിറങ്ങുമ്പോൾ എതിർക്കേണ്ടി വരിക പ്രധാനമായും BJP-യെയും DMK-യും തന്നെ ആയിരിക്കും. അതെ, അതിന് സംശയമില്ല. ഇദ്ദേഹം വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യ എതിരാളിയായി BJP തന്നെ ഒരു തീരുമാനം എടുക്കായിരുന്നു. BJP ആണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റൈവൽ ആണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ജോസഫ് പേര് പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ BJP-ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് BJP-യെ മുഖ്യ എതിരാളിയായി കാണുന്നത് ഒരു തരം മണ്ടത്തരമായിരുന്നു വിജയ്ക്ക്. കാരണം എന്തുകൊണ്ടും BJP-ക്കാര് വിജയിലേക്ക് വരാൻ സാധ്യതയില്ല. ഹാർഡ് കോർ ആയിട്ടുള്ള റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകൾ ഒരുപക്ഷെ വിജയിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിജയുടെ ഫാൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാച്ച്മെന്റ് ഏരിയ എപ്പോഴും BJP-ക്ക് പുറത്തുള്ള ഒരു വോട്ടർ ബേസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായി ഏറ്റവും നല്ല ഒരു നീക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയം 2026 മുഖ്യ എതിരാളിയായി വിജയ് പ്രഖ്യാപിക്കേണ്ടത് സ്റ്റാലിനെ തന്നെയാണ്, ഉദയനിധിയെ തന്നെയാണ്. പറഞ്ഞതുപോലെ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിനും വിജയും അണ്ണാമലയുമുള്ള ഒരു ത്രികോണ മത്സരമായിരിക്കും തമിഴ്നാട്ടിൽ നടക്കും. ഇവർക്ക് എല്ലാവർക്കും ഒരു 40-നും 50-നും ഇടയ്ക്ക് പ്രായമുണ്ടാകും. അപ്പോൾ വിജയ് ആയിരിക്കും ഒരു പക്ഷേ പ്രായത്തിൽ അപ്പോൾ മുതിർന്ന 60-ലേക്ക് എത്തി നിൽക്കുന്നത്. ബാക്കി എടപ്പാടി പളനിസ്വാമിയും സ്റ്റാലിനും ഒക്കെ 80-കളിലേക്ക് കടന്നിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിജയ് ആ ഒരു 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് DMK-യെ മുഖ്യ എതിരാളിയായി കണ്ടുകൊണ്ട് എതിർത്തുകൊണ്ടായിരിക്കണം. കാരണം അവിടെയുള്ള ആളുകളെ, ആ വോട്ടർമാരെ ആകർഷിക്കാൻ ആ DMK-യുടെ ബേസ് തകർത്തുകൊണ്ട് ഇടിച്ചു കയറാനുമുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. അല്ലാതെ BJP എന്ത് പറഞ്ഞാലും 3-5% വോട്ട് മാത്രമുള്ള ഒരു പാർട്ടിയാണ്. എന്തായാലും നിങ്ങളുടെ എതിരാളിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഹിന്ദുത്വം പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പോ അതിനോട് യുദ്ധം ചെയ്ത് സമയം കളയാൻ DMK-യുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതായിരിക്കും വിജയ്ക്ക് വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ശിവാജി ഗണേശൻ മുതൽ ശരത് കുമാർ വരെ അല്ലെങ്കിൽ കാർത്തിക് വരെ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഇടം, രജനീകാന്ത് ഒരുങ്ങിയതിന് ശേഷം പിൻവാങ്ങിയ ഇടം, കമലഹാസൻ തുടങ്ങിയിട്ട്
വലിയ തോതിൽ മുന്നേറാൻ കഴിയാതെ പോയ ഇടം, DMDക്ക് ശക്തിയാവുമെന്ന് പ്രതീക്ഷിച്ചിടത്തു നിന്ന് മെലിഞ്ഞു പോയ ഒരിടം, അങ്ങനെ ഈ താരങ്ങളുടെ കാര്യത്തിൽ പരാജയങ്ങളുടെ ഒരു പട്ടിക അവിടെ ഉണ്ട്. അത് മുന്നിൽ നിൽക്കുമ്പോഴും വിജയ് തിരഞ്ഞെടുത്ത സമയം വളരെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് താങ്കളുടെ നിരീക്ഷണം. ഇപ്പം സമയം മാത്രമല്ല, ഇവർ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ഉള്ളൊരു അവസരമാണ്. ഇൻസിഡന്റ്ലി എൻ്റെ കഴിഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ എഴുതി എൻ്റെ മൺഡേ കോളത്തിൽ പറഞ്ഞിരുന്നത് വിജയ്ക്ക് പഠിക്കാൻ 3 പാഠം. ഒന്ന് കമൽഹാസനിൽ നിന്ന്, ഒന്ന് വിജയകാന്തിൽ നിന്ന്, ഒന്ന് രജനീകാന്ത്. ഫസ്റ്റ് രജനീകാന്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഡോണ്ട് ബി ഇൻഡിസൈസീവ്. രജനീകാന്ത് പറഞ്ഞതുപോലെ 96 മുതൽ 2020 വരെ ഇൻഡിസൈസീവായി ചാഞ്ചാടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. 2, 3, 4 തവണ ഉഗ്രമായ സ്റ്റാൻസസ് കിട്ടിയിട്ട് കളഞ്ഞു കുളിച്ച ഒരാളായിരുന്നു. അതൊരിക്കലും ചെയ്യാൻ, ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുക. അത് പകുതി വിജയ് നടപ്പാക്കിയിട്ടുണ്ട്, മറ്റു പകുതി നടപ്പാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പാഠം പഠിക്കേണ്ടത് കമൽഹാസൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2ാം ലെവലിലുള്ള ഒരു നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരിക. കമൽഹാസൻ അത് കഴിഞ്ഞിട്ടില്ല. കമൽഹാസന്റെ കൂടെ നിന്നിരുന്ന ഒരു ഒട്ടുമിക്ക ആളുകളും, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, ജോയിന്റ് സെക്രട്ടറീസ് ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ 2021 ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിനെ വിട്ട് പിരിഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് ലെവലിലെ ലീഡർഷിപ്പിനെ വളർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പേസ് അനുവദിക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് വിജയ്ക്ക് 2ാമത്തെ പാഠം. 3ാമത്തെ പാഠം പഠിക്കേണ്ടത് വിജയകാന്തിൽ നിന്നാണ്. അപ്പോൾ ഇനിയും മറ്റൊരു പാഠം കമൽഹാസന്റെ തന്നെ പഠിക്കാനുള്ളൂ. കമൽഹാസൻ പറയുന്ന സെൻട്രിസ്റ്റ് ഐഡിയോളജി എന്നാണ്. എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയത്തിൽ സെന്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. യു ക്യാൻ ബി റൈറ്റ് ഓഫ് സെന്റർ, യു ക്യാൻ ബി ലെഫ്റ്റ് ഓഫ് സെന്റർ, ഹൗഎവർ ക്ലോസർ ടു സെന്റർ. പക്ഷെ സെന്റർ ശൂന്യമാണ്. സെൻട്രിസ്റ്റ് ആയിരുന്നു. അതാണ് ഈ വയ്യം എന്നുള്ള ഇത് വെച്ച് എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ പാമരത്വമാണ് കമൽഹാസൻ കാണിച്ചത്. അപ്പോ വിജയ് കൃത്യമായും ഇടതുവശത്താണ്. ആ ഇടതുവശത്ത് നിന്നുകൊണ്ട് തന്നെ പയറ്റാൻ ശ്രമിക്കുകയായിരിക്കും വിജയ്ക്ക് നല്ലത്. ഈ 2 പാഠങ്ങൾ കമൽഹാസനിൽ നിന്ന്. 3ാമത്തെ പാഠം വിജയകാന്തിൽ നിന്ന്. വിജയകാന്ത് ചെയ്ത ഒരു തെറ്റ്, ഒരു സമയം വരും ഇവർക്കൊക്കെ ഏതെങ്കിലും ഒരു കക്ഷിയുമായി കൂട്ടുകൂടേണ്ടി വരേണ്ട ഒരു സമയം വന്നേക്കാം. ചരിത്രം കാണിക്കുന്നത് അങ്ങനെ ഒരു സമയം വന്നാൽ മുന്നണി ഉണ്ടാക്കുന്നത് എപ്പോഴും തന്നെക്കാൾ താഴെ നിൽക്കുന്ന ഒരു പാർട്ടിയുമായിട്ടായിരിക്കും. വിജയകാന്ത് ചെയ്ത തെറ്റ് തന്നെക്കാൾ വലിയൊരു പാർട്ടിയുമായി, ഒരു ഭീമാകാരമായ ഒരു പാർട്ടിയുമായി ഒത്തുചേർന്നു. അതിൽ 29 സീറ്റിൽ അതൊക്കെ നോക്കി. പക്ഷെ ആ ഒരു ഉന്നതിയായിരുന്നു അദ്ദേഹത്തിന്റെ അധപതനത്തിന് തുടക്കം. ഈ 3 ലെസൺസ് വിജയ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ടൈമിങ്ങും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയാൻ കഴിയൂ. വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത വന്നവരിൽ രജനി വന്നില്ല. രജനി വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രജനി ആയിരുന്നിരിക്കാം ഏറ്റവും സാധ്യതയുള്ള ഒരാൾ. കാരണം രാഷ്ട്രീയത്തിൽ സാധ്യതകളെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. വിജയ്ക്ക് സാധ്യത വളരെ ഏറെയാണ്. പക്ഷെ ആ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത്. ഒപ്പം മുഖ്യമായൊരു സംഭവം, എത്രത്തോളം പണസ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇത് വളരെ റിയൽ പോളിറ്റിക് ആയിട്ടൊരു സംഭവമാണ്. DMK പോലൊരു പാർട്ടിയുമായി ഇടപിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ 200 കോടി അദ്ദേഹം ഒരു സിനിമയിൽ നിന്നുണ്ടാക്കുന്നത് ഒന്നുമല്ല. ഒരു ഇലക്ഷൻ സമയത്ത് 200 കോടി എന്നുള്ളത് മേ ബി 1-2 ദിവസത്തിൽ ഒരു വലിയ പാർട്ടി തമിഴ്നാട്ടിൽ ചെലവഴിക്കുന്ന ഒരു തുകയാണ്, നമുക്കെല്ലാം അറിയാം. അപ്പോ കൊഴുപ്പെന്ന് തന്നെ പറയാം, അത് കുറച്ചധികം വരണം. അതും ഇലക്ടറൽ പോളിറ്റിക്സ് വലിയൊരു ഘടകമായി മാറും. ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയാൽ, അതാണ് ഞാൻ പറഞ്ഞ, ഒരു 10 വർഷം ഇദ്ദേഹത്തിനൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. അത് തരണം ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ ടെമ്പോ വളർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞാൽ വിജയ് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്റ്റാറായി ഞാൻ കാണും. റൈറ്റ്. വളരെയധികം നന്ദി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ ഇത്രയും വിശദമായി സംസാരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.